ഹായ് വെൽക്കം ടു ഗ്രീൻ ബെൽസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാന്തല്ലൂരിലെ ക്ലീവ്ലാൻഡ് റിസോർട്ടാണ്. ഇത് ഏരിയ കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം സ്ലോ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ടുപോകുന്നത്. നല്ല ഒരു നേച്ചറായിട്ട് ഭയങ്കരമായിട്ടും അറ്റാച്ച്ഡ് ആയിരിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇതുവരെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഇവിടെ കുറേ ഫ്രൂട്ട്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ ഗാർഡൻ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല രസമായിട്ട് അവരെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ വർക്ക് ഇപ്പോഴും നടക്കുവാണ്. പിന്നെ എനിക്കൊന്നും ഇവിടെ കുറച്ച് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ തൊട്ട് സൈഡിൽ കാടായതുകൊണ്ട് തന്നെ രാവിലെ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, മയിൽ എപ്പോഴും മയിലിൻ്റെ ഒച്ചയേക്കാം. ഇതുപോലെ ഫുൾ പീലിയൊക്കെ വിടർത്തി നിൽക്കുന്ന മയിലുകളെയും മറ്റേ പെൺമയിലും ഉണ്ട് കേട്ടോ. അതെല്ലാം പാർക്കിൻ്റെ സൈഡിൽ മയിലുകൾ ഒത്തിരി കൂടുതലുള്ള സ്ഥലമാണ് തോന്നുന്നത്. നമുക്ക് സൈഡിലൊരു പക്ഷേ കാടായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും നമുക്ക് കളിക്കാനുള്ള ഷട്ടിൽ കോട്ടൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു മഡ് ഹൗസ് ഇവർ ഉണ്ട്, അത് എനിക്കൊന്നും ഒരെണ്ണേ ഉള്ളൂ. പിന്നെ കുറച്ച് പ്രൈവറ്റ് വില്ലാസും പിന്നെ അതല്ലാതെ ഉള്ള സാധാരണ റൂംസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഒരു കോമൺ പൂളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക, ഹൈലൈറ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്യാസ് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമുക്ക് വൈകുന്നേരങ്ങളിൽ ചൂടുവെള്ളം കിട്ടാൻ ഇത്തിരി പാടായിരുന്നു. അതായത് ഇവിടുത്തെ ഹീറ്ററുകൾ കൂടുതലും ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം കാരണം തന്നെയാണ് നമ്മളുടെ ഡിന്നറിൻ്റെ മെനു ഒക്കെ ഭയങ്കര കുറച്ച് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉള്ളതെല്ലാം ഫുഡെല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും ഭയങ്കര കോപ്പറേഷൻ ആയിരുന്നു. പിന്നെ വേണമെങ്കിൽ നമുക്ക് ട്രക്കിങ്ങിന് ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഇവർ ജീപ്പൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെന്താ, ഇതിനകത്ത് പറഞ്ഞ പോലെ നല്ലൊരു പൂളുണ്ട്. അപ്പോൾ ഈവനിങ് നമുക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോസിനെ പറ്റി ഞാൻ ആദ്യമേ പറയണമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു പ്രൊമോഷൻ പേജൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയും. അതിൽ വരുന്ന നെഗറ്റീവ്സും ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും. ഒത്തിരി സ്ഥലമുണ്ട് ഇതുപോലെ കുട്ടികൾക്ക് ആണെങ്കിലും നമുക്കാണെങ്കിലും ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട്. ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് വന്നാലും ഒക്കെ നല്ല രസമായിട്ട് തന്നെ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റിൻ്റെ ഫോട്ടോയാണിത്. ഇത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഞാൻ ഇതിൻ്റെ വേറെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.